ഭയങ്കര ബിസിയിലാണോ. നമ്മളിവിടെ പൂ കിള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഓണമാണ് ഇന്ന്. നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഒരുങ്ങി സുന്ദരികളായിട്ട് ഇരിപ്പുണ്ടല്ലേ. പുതിയൊരാളും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ വീട്ടിൽ നിങ്ങൾ അധികം കണ്ട് പരിചയമില്ലാത്ത ഒരാളായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഇവരെല്ലാവരും ഉമ്മായും വാപ്പാരും ചോക്കി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങളുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ പുതിയ വീട്ടിൽ എല്ലാവരും കൂടെ ഒന്നിച്ചാണ്ട് ഈ ഒരു ഓണം. അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ അല്ല എന്നാലും രാവിലെ നമ്മൾ എണീറ്റിട്ട് ഇരുന്നിട്ട് പൂ കിള്ളിക്കൊണ്ടിരിക്കുക കേട്ടോ. പൂവൊക്കെ ഇന്നലെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പറിക്കാൻ നോക്കിയിട്ട് ഉമ്മച്ചി സമ്മതിക്കൂല ഉമ്മച്ചിയുടെ ചെടികളും പൂക്കളൊന്നും പറിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങി ഇനിയിപ്പോൾ നമ്മളിതാ ഓണപ്പൂക്കൾ ഇടാൻ പോവാണ്. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എന്താ പറയാ, ഇപ്രാവശ്യത്തെ ഓണം ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഓണം ശരിക്കും പറഞ്ഞാല് ഭയങ്കര ബോറടി എന്ന് വെച്ചാൽ അമ്മാതിരി ബോറടി ആയിരുന്നു. കാരണം അഫിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു, എനിക്കത് ജോലിയൊന്നും ഉണ്ടായില്ല, ഞാൻ വീട്ടിലായിരുന്നു. ഇവ ഉണ്ടായിരുന്നു, ഇവക്ക് ലീവായിരുന്നു. അപ്പൊ ഞങ്ങള് രണ്ടാളും മാത്രം വീട്ടിലിരുന്നിട്ട് എന്താ പറയാ ചോറും മുട്ടയൊക്കെ വറുത്തിട്ട് ഒരു പായസം ഉണ്ടാക്കി. ഞങ്ങളുടെ ഓണം അങ്ങനെയായിരുന്നു കേട്ടോ. സദ്യ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല, കാരണം അഫ ഇല്ലായിരുന്നു കഴിക്കാനായിട്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ ഓണം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണാണ്. എന്താ പറയാ, എല്ലാ ഓണവും ഇതുപോലെ ആവട്ടെ പ്രാർത്ഥിക്കുന്നു. പറയുന്നില്ല, ഇവിടെ ഭയങ്കര ബിസിയാണ്. നമ്മള് പൂവൊക്കെ കുറേയൊക്കെ ഉമ്മായി വാപ്പായൊക്കെ രാവിലെ ഇരുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി പണിയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് പൂക്കളം ഇടണം. ഉമ്മച്ചിയും ഉമ്മ എല്ലാം ഓണസദ്യയുടെ പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. പൂവിടണം എന്നല്ലേ. അപ്പൊ ഞങ്ങൾ എന്തായാലും പൂക്കളത്തിന്റെ പരിപാടികളൊക്കെ നോക്കട്ടെ. നമുക്ക് വേഗം പൂക്കൾ ഇട്ടിട്ട് വേണം ബാക്കി കുറച്ച് പരിപാടികളൊക്കെ. നമ്മുടെ കുഞ്ഞു പൂക്കൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ. പൂക്കളം കണ്ടിട്ട് ആരും കളിയാക്കണ്ട. നമ്മൾ പ്രത്യേകിച്ച് വലിയ ഡിസൈൻ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു പൂക്കളം ഇടുന്നത്. അങ്ങനെ നമ്മുടെ അതിവിപുലീകരമായ പൂക്കൾ എന്തോന്ന് അതന്നെ കണ്ടാലും പറയൂട്ടാ. അതന്നെ നമ്മൾ അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ വേഗം പോയിട്ട് സദ്യ കഴിക്കാൻ പോകട്ടോ. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമുക്ക് എന്താണെന്നറിയില്ല, നേരത്തെ വിശക്കണല്ലേ. പൂക്കളിടാൻ നേരം വൈകിയോണ്ടല്ല, നമുക്ക് നേരത്തെ വിശക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയിട്ട് സദ്യ കഴിക്കട്ടെ. പൂക്കളം ഇട്ടത് പോരാനായിട്ട് ഇവക്കുട്ടി ഇപ്പൊ വേറെ സ്പെഷ്യൽ പൂക്കളൊക്കെ ഇടാണ്. ലവ് ആണ് ഇടുന്നത്. ആ ഡ്രസ്സൊക്കെ ഭംഗിയുണ്ടല്ലോ. ഇവക്കുട്ടിക്ക് പട്ടുപാടിയും ബ്ലൗസും വേണം എന്നും പറഞ്ഞിട്ട് പോയി വാങ്ങിയതാണ്. സാരി ഉടുക്കാനായിട്ടില്ല. ഞാൻ ഈ ഓണത്തിന് സാരി ഉടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. നമുക്ക് എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, പിന്നെ അതിന് കുറേ നേരം പോകട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സൽവാർ എടുത്തിട്ടുണ്ടായിരുന്നു. സൽവാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കുർത്ത ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോൾ വാങ്ങി, പിന്നെ കയ്യിലുള്ള സ്കേർട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓൺ ഡ്രസ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഇവ ഇപ്പോൾ കുറച്ചായിട്ടൊരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ തൃശ്ശൂരുള്ളപ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ. പൊതുവെ ഇവ പഠിക്കാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ മാത്സിൻ്റെ കാര്യം വരുമ്പോൾ അവൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു മടിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആൻസേഴ്സ് പറയാണ്ട് ഓടിക്കളയുന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സർപ്രൈസ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ നോക്കിയേ ഇവ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ടീച്ചറാണെങ്കിലും കുട്ടികളെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്ത് പേഷ്യൻ്റ് ആയിട്ട് അവളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. So Eva, did you notice 10, add 10, 20, add 10, 30? ഇവായ പോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഇങ്ങനെ മാത്സ് കുറച്ച് പേടിയുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ ആയ മിസ്റ്റർ നീലകണ്ഠ ഭാനു പ്രകാശ് കുട്ടികൾക്ക് വേണ്ടി ഭയങ്കര ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബൺസ് എന്നൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ഭാനു ഓൾസോ ഹോൾഡ് 4 വേൾഡ് റെക്കോർഡ്സ് ആൻഡ് 50 ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട് കേട്ടോ. അവരുടെ ആ ഒരു ടീച്ചിങ് സ്റ്റൈലാണെങ്കിൽ തന്നെ ഭയങ്കര കിഡ്സ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ അവരുടെ ബുദ്ധി വളർച്ചയ്ക്കൊക്കെയും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെന്നും പേപ്പറും ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സ്കൂളിലൊക്കെ അഡീഷനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റ് അല്ലേ ചെയ്യാറ്, പക്ഷേ ബൺസ് മെത്തേഡിൽ അവർ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ചെയ്യുന്നത്. വിച്ച് ഹെൽപ്സ് കിഡ്സ് കാൽക്കുലേറ്റ് 4 times faster. 60,
70, 80, 90, 100. Next question for Eva is, Eva, if you have to add 30 plus 20, this number is 50. 50. We will do one more question now. Okay, Eva? Let's see. Eva has to add. ആസ് എ പേരൻറ്റ് എനിക്ക് ഇവ മാത്സിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ കിട്ടണം എന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ബഞ്ചുവിന് ഒരു ചാൻസ് കൊടുക്കാൻ പോവാട്ടോ. കുറച്ച് ഷോർട്ട് കട്ട്സോ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു പേടി അങ്ങോട്ട് മാറ്റാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ ക്ലാസ് എടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്ലാസ് ഫ്രീ ആണ്, പിന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്താ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. ലിങ്ക് സേഫാണ്, ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ ഓണസദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് മേലെ ഇരിക്കാനായിട്ട് ടേബിളിൽ സ്ഥലമില്ല, ചെറിയ ടേബിളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ഇട്ടിട്ട് താഴെ പേപ്പറൊക്കെ വിരിച്ചിട്ട് അങ്ങനെ കേട്ടോ കഴിക്കണേ. ശരിക്കും ആ ഒരു താഴെ ഇരുന്ന് കഴിക്കാനാണ് അതിൻ്റെ ഒരു രസം കേട്ടോ. ഓണസദ്യ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കണല്ല രസം. അപ്പോൾ ആരും മാറി നിന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചത് കുറച്ച് പേര് കഴിച്ചിട്ട് പിന്നെ കഴിക്കാമെന്നാണ്. പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെ ആട്ടോ ഇരുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി അങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് ആട്ടോ ഫുഡൊക്കെ കഴിച്ച്. ഇങ്ങനെയാണ് ഓണം, നല്ല ഓണം. ഞാൻ ഉണ്ടാക്കിയ സദ്യ എങ്ങനെയുണ്ട്? അപ്പ എങ്ങനെയുണ്ട് അപ്പ എന്റെ സദ്യ? ഞാൻ ശരിക്കും ഒരു സദ്യയൊക്കെ കഴിച്ചിട്ട് 2 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഓണത്തിന് നാട്ടിലുള്ളപ്പോൾ കഴിച്ച കേട്ടോ. അവിടെ പോയിട്ട് സദ്യ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ സദ്യയിലുപരി നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി കൊടുത്തൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര രസമല്ലേ. അവിടെ ആണെങ്കിൽ തന്നെ ഇപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഓണത്തിന് നമുക്ക് എന്തായാലും സ്പെഷ്യലായിട്ട് അവധിയൊന്നും കിട്ടില്ല. പിന്നെ അതല്ലാണ്ട് വേറൊരു ദിവസം സെലിബ്രേറ്റ് ചെയ്താൽ തന്നെ ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ സദ്യ ഉണ്ടാക്കിയാലൊന്നും ഈ ഒരു ഫീലൊന്നും കിട്ടില്ല കേട്ടോ. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് കുടുംബം മൊത്തം നിറഞ്ഞിരുന്നിട്ട് ആ ഒരു സദ്യ കഴിക്കുന്നതിൻ്റെ ആ ഒരു സുഖം ഒന്ന് വേറെ തന്നെ കേട്ടോ. ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത് ഉയർത്തെഴുന്നേക്കാൻ പോവാണ്. കാരണം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ നേരം പോവും. ഇന്നത്തെ ദിവസം വെറുതെ വേസ്റ്റ് ആയി പോകും കേട്ടോ. നമ്മളൊരു നിമിഷം പോലും വേസ്റ്റ് ആക്കണില്ല. അപ്പോൾ ദാ റിച്ചു ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. റിച്ചു അടുത്ത കുട്ടിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണം വന്നല്ലോ മാവിക്കൽ തിത്തിത്താരോ ഞങ്ങളെല്ലാവരും ടെറസിൻ്റെ മേലെ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കുറച്ച് റീൽസിൻ്റെ പരിപാടിയൊക്കെയാണ്. സച്ചു കുറച്ച് ഡാൻസിൻ്റെ സ്റ്റെപ്സൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഞാനും കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഡാൻസ് കളിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. പണ്ട് കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കളിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡാൻസ് കളിക്കാനൊന്നും അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു ഡാൻസിൻ്റെ വീഡിയോ എൻ്റെ മൈ ലൈഫ് ട്യൂബിന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അലമ്പായിട്ടുണ്ട്. എന്നാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇനിയിപ്പോൾ ഇത് എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്നാൽ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബഹളമായിരുന്നു വീട്ടിൽ. പക്ഷെ എന്നാലും നമുക്കൊന്ന് എവിടെയെങ്കിലുമൊക്കെ പോവാം, ഉമ്മായും വാപ്പായും എല്ലാവരും ഒന്ന് കാണിക്കാമെന്നൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടനാട് സൈഡിലോട്ടാട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുട്ടനാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? കൊരങ്ങിനെ പോലെ ഉണ്ട്. നമ്മളിവിടെ വന്നപ്പം ശരിക്കും ലൈറ്റൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ടായേ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോയി. ഇതാണ് നമ്മുടെ പാടത്തിന്റെ രാത്രിയിലുള്ള വ്യൂ കേട്ടോ. എല്ലാ സ്ഥലത്തും സമയം തെറ്റിയേ പോത്തുള്ളൂ. കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ. ഇതാണ് നമ്മുടെ പാടത്തിന്റെ രാത്രിത്തെ വ്യൂ. രാത്രി കാണിച്ചു തരാൻ വേണ്ടിട്ട് അതന്നെ നമ്മള് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വന്നേട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ ബീച്ചിലോ പാർക്കിലോ വല്ലതും പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഇവിടെ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ അവിടെ കയറിയേ. അവിടെ ആണെങ്കിൽ ഈ നമ്മുടെ മുല്ലങ്ങ ചെറുപ്പ് പോലെ കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നേ. ഒരു 3-4 റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവാക്കാണെങ്കിൽ എല്ലാത്തിലും കയറണം എന്നും പറഞ്ഞിട്ട് ഇവായ റിച്ചും കൂടി ആദ്യം ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ടായേ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതങ്ങനെ കുട്ടികളുടെ സാധനമൊന്നും അല്ലല്ലോ. പക്ഷെ എന്നാലും ഇവാൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അവൾക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവളും റിച്ചും കൂടെ അതിൽ കയറിയിട്ടുണ്ടായി. പക്ഷെ ഇവാൾക്ക് പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ, ഭയങ്കര ഇഷ്ടമായി, നല്ല രസത്തിന് അവൾ ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. റിച്ചു കുറച്ചൊക്കെ പേടിച്ച പോലെയൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇവ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടായി വാ അമ്മ സൂക്ഷിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? അത് കഴിഞ്ഞ് ഞങ്ങളിതായി ഒരു വള്ളത്തിൽ കയറാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ കാലമായിട്ട് ഈ ഒരു സംഭവത്തിലൊക്കെ കയറിയിട്ട്, അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. ഞങ്ങൾ വള്ളത്തിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു സംഭവം കുറച്ചൊരു അഡ്വഞ്ചറസ് ആയിരുന്നു കേട്ടോ. ഇവായി നമ്മൾ മുന്നേ ആ ഒരു റൈഡിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ധൈര്യത്തിലാണ് അവളെ ഈ ഒരു വള്ളത്തിൽ കയറ്റിയത്. പക്ഷേ പുള്ളിക്കാരി നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇവാണെങ്കിൽ ഞങ്ങൾ തീരെ വിചാരിച്ചില്ല കേട്ടോ ഇവ ഇങ്ങനെ പേടിക്കുമെന്ന്. പക്ഷെ ഇവാൾക്ക് ഭയങ്കരമായിട്ട് പേടിയായി. അതൊരു കുലുക്കവും അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു വൈബ്രേഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ട് ഇവാൾക്ക് ആകെ ഒരു പേടിയായി അതിൽ കയറിയപ്പോൾ. അതുപോലെ നമുക്കറിയാമല്ലോ, ഇങ്ങനെ താഴത്തോട്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ എന്താ വയറ്റിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ എന്തോ പോകുന്ന പോലെ തോന്നൂലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ശരിക്കും ഇവായെ ഞങ്ങൾക്ക് ആകെ പേടിയാവുമായിരുന്നു കേട്ടോ. ഇവ ഇങ്ങനെ നമുക്ക് തന്നെ പേടി വരുന്നുണ്ട്. അപ്പോൾ ഇവയുടെ അവസ്ഥ എന്താവും എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചിട്ട് ഞങ്ങൾ നിർത്തുക പറഞ്ഞ് അങ്ങനെ അവസാനം നിർത്തിയിട്ടുണ്ടായേ. ഇത് പുറത്തുനിന്ന് കാണുമ്പം അങ്ങനെ അധികം സ്പീഡൊന്നും ഇല്ലാത്ത പോലെ ആട്ടോ തോന്നിയത്. പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴാണ് ആ ശരിക്കുള്ള ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവുന്നത്. ഇവ അതിന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും കുറച്ച് നേരം ഇങ്ങനെ പേടിയുള്ള പോലെയൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ. പക്ഷെ അതിന് കാളം ഓക്കെ ആയി. പിന്നെ അവൾക്ക് ബാക്കിയുള്ള റൈഡ്സിലൊക്കെ കയറണം, എല്ലാത്തിലും കയറണം എന്നൊക്കെ പറഞ്ഞ് പാടായിരുന്നേ. പക്ഷെ പിന്നെ നമ്മളൊന്നിലും കയറിയില്ല കേട്ടോ. ആകെ 2 റൈഡ്സിലേ കയറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. വേറെ എങ്ങോട്ടും പിന്നെ പോയില്ല. ഓൾമോസ്റ്റ് രാത്രി ആയിട്ടുണ്ടായേ. ഞങ്ങൾ നാളെ പോകണം. നാളെ പോണില്ല, നാളെ ഒന്നും പോണില്ല. നാളെ പോയിട്ടുണ്ടാവും. മക്കളെ അങ്ങോട്ട് വായോ. എന്തു കൊച്ചിന്റെ ആഗ്രഹം ഒരിക്കലും തീരില്ല. കൊച്ചി ഗൾഫിൽ പോയാലും തീരില്ല. അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യ്, ദീദീനെയും ഉമ്മച്ചീനെയും പപ്പാനെയും കൊണ്ട് അങ്ങോട്ട് വാ. 2 ദിവസം നമുക്ക് ഇതുപോലെ അവിടെ കറങ്ങാം. ഞങ്ങളപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കുട്ടനാട് പോയത് ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്ലോപ്പായി പോയി. ഒരു അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ പോയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയാണ്. പക്ഷേ നമ്മൾ ചെന്നപ്പം ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയോണ്ട് തന്നെ പിന്നെ അവിടെ അങ്ങനെ നിന്നില്ല, വേഗം നമ്മൾ പോയി. പിന്നെ ആ ഒരു ബീച്ചിൽ പോകാൻ തോന്നിയത് ഭാഗ്യമാണ് കേട്ടോ. കാരണം അവിടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളതാണ് നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ കുറച്ച് ഇതിലൊക്കെ കയറിയൊക്കെ നടന്നപ്പോൾ നല്ല രസമുണ്ടായി, സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി എല്ലാവരും ഫ്രഷ് ആവുകയാണേ. അപ്പോൾ ഇന്നാണെങ്കിലും ഉമ്മച്ചി നല്ല സൂപ്പർ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മക്ക് കുറേ നാളായിട്ട് ഞണ്ട് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഉമ്മ കഴിച്ചിട്ടില്ല. ഉമ്മ വാങ്ങാനും ഉണ്ടാക്കാനൊന്നും ഉമ്മക്ക് അറിയില്ല, പേടിയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഞണ്ട് കഴിക്കണം എന്ന്. എങ്ങനെയുണ്ട് ഉമ്മ? കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഉമ്മ പണ്ടെങ്ങാണ്ട് കല്യാണം കഴിഞ്ഞപ്പോഴെപ്പോഴാ അപ്പോഴെങ്ങാണ്ട് കഴിച്ചിട്ടുള്ളതെന്നാട്ടോ പറയണേ. പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത്. അതേതായാലും മരുമകളെ വീട്ടിൽ വന്നിട്ട് സാധിച്ചു. അതെ എന്റെ സ്പെഷ്യൽ. അപ്പോൾ ബൻസൂൽ ആ ഒരു ഫ്രീ മാത്സ് ക്ലാസ്സിന് ബുക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവേ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയോണ്ട് പറഞ്ഞാണേ. ഇവിടെ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മായും വാപ്പയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അവർ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ റെഡി ആവില്ല, പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒരുങ്ങിയിരിപ്പുണ്ട്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായേ. അപ്പോൾ ഞങ്ങൾ അവരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഞാൻ പോകാനായിട്ട് 6-ാം തീയതി ഞാൻ പോവാണ്. അപ്പോൾ അതിനുള്ളിൽ 2-3 ദിവസം മുന്നേ ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടെ അങ്ങടേക്ക് പോകുന്നുണ്ട്. തൃശ്ശൂർ പോയിട്ട് അങ്ങനെ അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്കപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.